പക്ഷെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഫസ്റ്റ് ടൈം ഒരു വാവ ഉണ്ടാവണതാ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ തട്ട് ചെറുതായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂക്കുത്തി നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കമ്മലൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറെ ആഗ്രഹിച്ചായിരുന്നു കഴിക്കണം എന്ന്. പക്ഷെ പിന്നെ കുറെ പേര് നല്ലതും പറഞ്ഞു, കുറെ പേര് ഓക്കെയും പറഞ്ഞു. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ കർമ്മ പദ്ധതികൾ ഇവിടെ ആരംഭിക്കാൻ പോവാ. ഇപ്പൊ വൈകുന്നേരം സമയം കൃത്യം 3 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. 51 മിനിറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇത് മറ്റേ ആർജേസ് പറയണ മാതിരി ഉണ്ടല്ലോ. അജയ് സ്റ്റീഫൻ ഇപ്പൊ ഭയങ്കര എന്താ പെർട്ടിക്കുലർ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണ്ടല്ലോ. കൺസിസ്റ്റന്റ് ആയിട്ട് പെർട്ടിക്കുലർ ആയിട്ട് അറിയാത്ത ഇംഗ്ലീഷ് പറയാൻ വരാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താന്ന് മിസ്റ്റർ അജയ് സ്റ്റീഫൻ പ്ലീസ്. യെസ്, എന്താ ആദ്യം നമ്മൾ എങ്ങടെ പോണത്? ഇന്നാണ് ആക്ച്വലി അതായത് രാകേഷിന്റെയും യമുന്റെയും രണ്ടാമത്തെ വാവയുടെ ബർത്ത്ഡേ നാളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാവയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോണം. മാത്രല്ല നമുക്ക് എല്ലാവർക്കും പേസ്റ്റൽ തീമാണ് അവർ തന്നേക്കണ ഡ്രസ്സിന്റെ. അപ്പൊ എനിക്കില്ല, മിസ്റ്റർ അജയ് സ്റ്റീഫൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ എനിക്കായിരിക്കുമല്ലോ സ്വാഭാവികം. അല്ല, അത് ആക്ച്വലി അറിയാണ്ടുണ്ടായി നമുക്ക് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അതായത് എനിക്ക് പുതിയ ഡ്രസ് ഇല്ല, ഇവൾക്ക് പുതിയ ഡ്രസ് എടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ, പിന്നെ ലെറ്റോ കേക്ക് കഴിക്കണം എന്നുണ്ട്. നമ്മുടെ ആലിയ ഭട്ട് ഫേമസ് ആക്കിയ നമ്മുടെ ബ്രാൻഡാണോ അത്? ഓക്കെ. ഇപ്പൊ ലെറ്റോ എന്ന് പറഞ്ഞൊരു കേക്ക് ഉണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. ഞാൻ വലിയ സംഭവം എന്നല്ലാന്നാ പാത്തു പറഞ്ഞത്. പക്ഷെ മേരി മാർഗരറ്റിന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 സംഭവം ഒറ്റ കൊടക്കീഴിൽ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ച് ഞാൻ കണ്ടുപിടിച്ചു. അവസാനം നമ്മളിപ്പോ മിർഡിഫ് സിറ്റി സെന്റർ എന്ന് പറഞ്ഞ് ദുബായിലുള്ള ഒരു മോളിലേക്ക് പോവാണ്. ഉണ്ടായിരിക്കും. അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി ഈ 3 കാര്യങ്ങളും ഒരു കൊടക്കീഴിൽ കിട്ടും. ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് കൊട ഇമ്പോർട്ടന്റ് ആണ്. പോയിട്ട് വരാം ഗൈസ്. 15 minutes. 15 മിനിറ്റ്. ഇതൊന്നും നടുക്കാണോ? രാകേഷിന്റെ വീട്ടിലേക്ക് 20 മിനിറ്റ്, സബീലിക്കയുടെ വീട്ടിൽ 15 മിനിറ്റ്. ആകെ നമ്മുടെ സർഫിന്റെ ഒടിക്ക് മാത്രം 30 മിനിറ്റ്. 30 ഉണ്ടല്ലേ? പക്ഷെ ഇവിടെ 30 മിനിറ്റ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. എന്താണാവോ? ശരിയാ. All set. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് മറ്റേ ലെറ്റോ കഴിക്കാൻ. ആദ്യം എനിക്കത് അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണ കാണുമ്പോ അപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടില്ല ഈ സാധനം. കിട്ടൂലെന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ നമ്മള് മിർദിഫ് സിറ്റി സെന്ററിൽ എത്തി. ഫസ്റ്റത്തെ നമ്മുടെ അജണ്ട എന്താ ചേട്ടാ? ആദ്യം നമുക്ക് ഗോൾഡ് നോക്കാം. അതെവിടെയാ? മലബാർ ഗോൾഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എന്താ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്നില്ലെങ്കിൽ കോയിൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കമ്മല്. കുഞ്ഞല്ലേ, അപ്പൊ കുഞ്ഞു കമ്മലായിരിക്കും രസം. പിന്നെ ബഡ്ജറ്റ്, ഓഫ് കോഴ്സ് ബഡ്ജറ്റ്. പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ, കോയിൻ കിട്ടില്ലേ, അതവർക്ക് മാറ്റി എപ്പോഴെങ്കിലും യാറുവിന്റെ കല്യാണ സമയത്ത് മാറ്റി അവർ സ്വർണ്ണം എടുക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് വാങ്ങിക്കട്ടെ എന്നൊക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് എത്തിയത് അവസാനം. നമ്മളിപ്പോൾ ഒരു കുഞ്ഞു കമ്മലൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിങ്ങനെ ഇഷ്ടപ്പെടുന്നത് നോക്കി കൊണ്ടിരിക്കുന്നു. ഗോൾഡ് തന്നെ കൊടുക്കാന്ന് തീരുമാനിച്ചു. നമ്മള് ഡ്രസ് എന്തെങ്കിലും വാങ്ങിച്ചാ പോരെ? അല്ല, ഡ്രസ്സാണെങ്കിലും അടിപൊളിയാണ്. ഇത് നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ പരിചയപ്പെട്ടതിന് ശേഷം, അവർക്കൊക്കെ ഓൾറെഡി പൊന്നു വിസയൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം ഫസ്റ്റ് ടൈം ഒരു വാവ ഉണ്ടാവണതാ. അപ്പൊ അത് കുറച്ച് സ്പെഷ്യലാണ്. മറ്റവരാണ് സ്പെഷ്യൽ ഓഫ് കോഴ്സ്, പക്ഷെ ഇത് കുറച്ചധികം സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യണം എനിക്ക്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ഉള്ളത് കൊണ്ട് നമ്മള് ഗോൾഡ് എടുക്കാന്ന് വിചാരിച്ചു. അന്ന് ഡയമണ്ട് എടുക്കുവേ. ജോഡും ഉണ്ടായിരുന്നു കേട്ടോ. ജോഡുവിന് നമ്മൾ കൊടുത്തായിരുന്നു. ജോഡുനും കൊടുത്തു അല്ലേ? അല്ല, ഡയമണ്ട് എടുത്തൂടെ? കോസ്റ്റ്ലി ആയിക്കോട്ടെ എടുത്തോളൂ. ഇതാണ് നമ്മുടെ സെലക്ഷൻ. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കമ്മലുകളുണ്ട്. നമ്മൾ എന്താ എടുക്കാൻ ഉദ്ദേശിച്ചത്? കമ്മല, മൂക്കുത്തിയോ അതോ വള? ഒരു വയസ്സായ കൊച്ചിന് ഇതിനെന്തിട്ടാ നമ്മള് കമ്മല്, കുഞ്ഞു കമ്മല്. എന്തെങ്കിലും സ്പെസിഫിക് ഉണ്ടോ? പിന്നെ ടൈപ്പ് കമ്മലിനോ അങ്ങനെ ഉള്ളില് വില കുറഞ്ഞത്? അങ്ങനെയല്ല, ക്യൂട്ടായിട്ട് ചെറുത് കുഞ്ഞു കമ്മല് മതി. ഇതാണ് നമ്മുടെ സെലക്ഷൻ. ഇതിന്റെ അകത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു കമ്മല് സെലക്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുക. ഇവിടെ ഓൾറെഡി ഒരു സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്, വേറൊരു സെറ്റ് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും നമ്മൾ എടുക്കും അല്ലേടി? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് നോക്കിയിട്ട് പറയാമോ എങ്ങനെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ? മലബാറിന് ഞങ്ങൾ വേണമെങ്കിൽ 3 പ്രാവശ്യം പറയാൻ വേണ്ടിയല്ലോ. മൊബൈല് ഇവിടുത്തെ 052. ഇതാണ് നമ്മുടെ
മൂക്കുത്തിയും അതായത് കുട്ടികൾ ഞാനും കമ്മലൊക്കെ ആദ്യം ഇതിന് മുന്നിട്ടുകൊണ്ടിരുന്നത് മൂക്കുത്തി 2 വാങ്ങിച്ച് പെയർ ചെയ്തിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. കുഞ്ഞു പിള്ളേരുടെ തട്ടൊക്കെ ചെറുതായിരിക്കുമല്ലോ, അപ്പൊ കുഞ്ഞ് മൂക്കുത്തിയുടെ സെക്ഷനിൽ നിന്ന് എടുത്തിട്ട് എന്റെ പേരൊക്കെ രജിസ്റ്റേർഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പണ്ട് എപ്പോഴും. മൂക്കുത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട് എവിടെന്ന് ദേറ സിറ്റി സെന്ററിനോ അല്ലല്ല എവിടെന്ന്. കുഞ്ഞുങ്ങളുടെ തട്ട് ചെറുതായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും മൂക്കുത്തി. അപ്പൊ ബഡ്ജറ്റിൽ ഒതുങ്ങുകയും ചെയ്യും, മൂക്കുത്തിയായിട്ട് അല്ല കമ്മലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കുട്ടികൾക്ക്. ഇത് വേണമെങ്കിൽ പൊന്നൂനും യൂസ് ചെയ്യാം. ഇത് പൊന്നൂന് കൂടിയുള്ള ഗിഫ്റ്റ് ആണെന്ന് പറയാം. ഒരെണ്ണം പൊന്നൂനും ഒരെണ്ണം ഇപ്പത്തെ സ്റ്റൈലാണല്ലോ. ഇപ്പൊ പുതിയ സ്റ്റൈലൊക്കെയാ. ഒരു കമ്മലൊരു ഇത് വേറെ പിള്ളേർക്ക് ചിലപ്പോ പറയാൻ പറ്റും, പിള്ളേരോട് പിടിച്ചേക്കാൻ പറ്റില്ല. അതെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കിട്ടിയ അടിപൊളിയായിരുന്നു. അത് ഇവിടെ പറയണ്ട, അത് കുറച്ചുകൂടെ കുറവിന് കിട്ടുമായിരിക്കും. നല്ല കമ്മല. അപ്പൊ ഇതിനെന്താ പ്രത്യേകത? ഇതവളുടെ കാതില് കിടപ്പുണ്ടായിരുന്നു, സെയിം തന്നെ ഒരു കുഞ്ഞു ഡയമണ്ട് കിടപ്പുണ്ടാവുള്ളൂ. ഇത് ഡയമണ്ടിന്റെ സ്വർണത്തിന്റെ. അപ്പൊ നമുക്ക് ഇതില് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയിരിക്കാണ് ഗൈസ്. താങ്ക് യു. പുള്ളിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ കാണിക്കാതെന്ന് പറഞ്ഞേ. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. നമ്മളെ ഹെൽപ്പ് ചെയ്തത് മിർദി സിറ്റി സെന്ററിലെ മലബാറിലെ ജോമി ചേട്ടനാണ്. നാട് കാസർഗോഡ്. ഓക്കെ, അടിപൊളി. ഇത് കണ്ണൂരുള്ളവർക്ക് വേണ്ടി ഇത് വാങ്ങണത്, നമ്മുടെ തൊട്ടടുത്തതാണ് ജില്ലയാണ്. അപ്പൊ കിട്ടി ഗൈസ്, ഇതാണ് കമ്മല്. അപ്പൊ ഇത് എടുക്കാൻ ചേട്ടാ, ഇതൊന്ന് കാണിച്ചോട്ടെ വീഡിയോയില്. അപ്പൊ അതൊന്ന് കാണിച്ചോ. അവരത് ഊരിത്തരും, ഇത് ഊരിത്തരും ചേട്ടാ. ഈ സാധനം ടാഗ് ഊരിത്തരും, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. അല്ലെങ്കിൽ കറക്റ്റ് ക്ലിയർ ആവില്ല എങ്ങനെ ഇരിക്കണം. കാർഡാണ്, ക്രെഡിറ്റ് കാർഡ് പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി ഗൈസ്. അങ്ങനെ നമ്മളുടെ കമ്മല് വാങ്ങിച്ചതിന്റെ സന്തോഷത്തിൽ നമുക്ക് മലബാറിലെ വെള്ളം കിട്ടി ഗൈസ്. നമ്മളത് കുടിക്കാൻ പോവാണ്. നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം. രാകേഷിനും യമുനയ്ക്കും പൊന്നൂനും യാരാവാവയ്ക്കും ഇഷ്ടമാകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടം. എനിക്ക് മറ്റേ ഇതിലത്തെ ഓർമ്മ വരും, മണിച്ചിത്രത്താഴ് യാരാ. ലിറ്റിൽ ബട്ടർഫ്ലൈ എന്നാട്ടോ യാരയുടെ മീനിങ്. അതവർ പറയായിരിക്കും. പറയോ? അറബിക്കിൽ അങ്ങനെ അത്ര പറയുന്നത്. എന്തായാലും സോ ഹാപ്പി ഗൈസ്, ഭയങ്കര ഹാപ്പി. ഒരുണ്ട് അല്ല, പിള്ളേരുടെ പേര് മറച്ചിട്ടേക്കണതാ. പൊന്നുന്റെ ശരിക്കുള്ള പേര് റയ രാകേഷ് എന്നാ. റയ രാകേഷ് ആണ് യാര രാകേഷ്. രാകേഷിന്റെ റായും യമുനയുടെ യായും ആണ് റയ. അതുപോലെ യമുനയുടെ യായും രാകേഷിന്റെ റായും ആണ് യാര. എന്തല്ലേ സമീലിക്ക് പിന്നെ രാകേഷിനോട് പറയും, എനിക്ക് വളരെ കഷ്ടപ്പെട്ടല്ലേ കുട്ടിയുടെ പേര് കണ്ടുപിടിക്കാൻ. പക്ഷെ അടിപൊളി, അവർക്ക് ഹാപ്പി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് കൊടുത്തില്ലെങ്കിൽ ഹാപ്പി അവിടെ അവര്. അങ്ങനെയൊന്നുമില്ല. രാകേഷ് അതേടാ പുതിയ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ നിനക്ക്. അവനറിയിട്ടടി. അതെ അതെ അതെ, നാട്ടുകാരെ മൊത്തം അറിയിച്ചത്. ഇവരെ ആധാരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അടിപൊളി അടിപൊളി. താങ്ക് യു. താങ്ക് യു. ഇതിന് വല്ല ഗ്യാരണ്ടിയോ എന്തെങ്കിലും കാണിക്കണോ? ഇതൊന്നും ഉണ്ടാവില്ല. ഡയമണ്ട് മാത്രമേ കാർഡുള്ളൂ. ഓക്കെ ഓക്കെ. താങ്ക് യു കേട്ടോ. അപ്പൊ ജോമിത് ഭായ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തു, അത് നല്ലൊരു ആശയമായിരിക്കും. അജയ് സ്റ്റീഫൻ. അപ്പൊ നമുക്കൊരു സബ്സ്ക്രൈബറും കൂടി ആയി ഗൈസ്. നമ്മുടെ കാസർഗോഡിന്റെ മുത്ത് ജോമിത് ഭായ്. അത് തന്നെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അത് തന്നെ സബ്സ്ക്രൈബ് അമർത്തിക്കോ. അതാണ് 2 ദിവസത്തിനുള്ളിൽ വീഡിയോ. ശരി, അനുഗ്രഹിക്കട്ടെ. വെള്ളം കുപ്പി എടുത്ത. ഓക്കെ, പോട്ടെ. വെള്ളം കുപ്പി എടുത്തോന്നു, ഇത് എടുത്തോന്നല്ല ചോദിക്കണേ. വെള്ളം കുപ്പി എടുത്തോ. എല്ലാം സെറ്റ് അല്ലേ? സെറ്റ്. ഇനി അടുത്തത് എന്റെ ഡ്രസ്, എന്റെ കോസ്റ്റ്യൂം. അതാണ്. ഞാൻ ലെറ്റോ കഴിക്കാൻ പോണു. ഞാൻ കുറെ ആഗ്രഹിച്ചായിരുന്നു കഴിക്കണം എന്ന്. പക്ഷെ പിന്നെ കുറെ പേര് നല്ലതും പറഞ്ഞു, കുറെ പേര് ഓക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡബിൾ മൈൻഡിൽ ഇരുന്നതാ. കറക്റ്റ് PF ചാൻസും. ഈ ലെറ്റോയും PF ചാൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ? കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അവിടെ ഒരു അടുപ്പിച്ചായിരുന്നു 2. അത് കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്ത് മറ്റേ ട്രഷ് ലെറ്റേഴ്സ് പോലെ തരും. അതാണ് സാധനം. വേറെ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെയും ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഇത് അടിപൊളിയാന്ന് തോന്നുന്നു.
മലയാളിയാണോ? വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടോ? ഓ പിന്നെ നമ്മളും എടുത്തോ, കുഴപ്പമില്ല. ഇതിൽ നമ്മുടെ ആലിയ ഭട്ടിന്റെ ഇതാണ് മറ്റേ ഇതില് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. ഈ സാഫ്രോൺ ഉണ്ട്, പിന്നെ പോപ്പുലർ ആണ് ഇതാണ്. നിങ്ങളുടെ നാട് എവിടെയാണ്? ഞാൻ മാംഗ്ലൂരാ. മാംഗ്ലൂർ, കാസർഗോഡാന്ന് വിചാരിച്ചു. പക്ഷെ മലയാളിയില് കുറച്ച് ഇതുണ്ടല്ലേ. പേരെന്താ? സിയാൻ. മലയാളം പറഞ്ഞില്ലെങ്കിൽ അറിയില്ല, അറബിയാന്ന് തോന്നുള്ളൂ. ആണോ? ശരി. നമുക്ക് ഈ കേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, ഏതായാലും ഓക്കെ, അകത്തിരുന്നോളാം. നമ്മൾ ചെറിയ വീഡിയോ എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, എടുത്തോ. അപ്പൊ ഒരു മിൽക്ക് കേക്ക് ആക്കല്ലേ? ആയിക്കോട്ടെ. ശരി. അടിപൊളിയാണ്. അതെ, അടിപൊളി. വന്നപ്പോ തന്നെ സംഭവം സെറ്റ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ്? ആംബിയൻസ് അടിപൊളി, നമ്മുടെ പയ്യനും അടിപൊളി. കോഫി, മൊഹിറ്റോസ്. ഇല്ല, പറയാൻ വഴിയില്ല. ഇതിന് 45 ദിറംസ് വരുമല്ലോ, അപ്പൊ പിന്നെ വേറെ ഡ്രിങ്ക്സ് ഒന്നും പറയില്ല. No bro, no issues. താങ്ക് യു. മലയാളിനെ കണ്ടപ്പോ ഒരു സമാധാനം. നിങ്ങളെ കണ്ടപ്പോ സമാധാനം എന്ന് പറയായിരുന്നു. ഇവിടെ ഉണ്ട് മലയാളി, സൂപ്പർവൈസർ മലയാളിയാണ്. അതെല്ലേ? ഓക്കെ. വേറെ ഒരു വെയിറ്റർ ഉണ്ട്. ശരി ശരി. നൈസ് നൈസ്. യൂട്യൂബാണ്. കുറെ നാളായി ഇവിടെ? ഞാന് ലെറ്റോല് 1.5 വർഷമായി. ഇപ്പോ ടോട്ടലായിട്ട് UAE 7 years. നിങ്ങളെ യൂട്യൂബ് എന്താണ്? അജയ് സ്റ്റീഫൻ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ സമയം കിട്ടുമ്പോ. ഇപ്പൊ തന്നെ ചെയ്തോളാം. 2 ദിവസത്തിനുള്ളിൽ വീഡിയോ തന്നെ ചെയ്തോളാം. AJAY. ഇതാണ് സബ്സ്ക്രൈബ് ബട്ടൺ. ഒന്ന് വെറുതെ അമർത്തിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സൂപ്പർവൈസറിനോടും പറഞ്ഞേക്കാൻ സമയം കിട്ടുമോ? പുള്ളിയൊക്കെ വരുന്ന എടുത്താൽ കുഴപ്പമില്ലല്ലോ അല്ലെ? ഇവിടുത്തെ വിഷ്വൽസ് ജസ്റ്റ് ഒന്നും എടുത്താൽ കുഴപ്പമില്ലല്ലോ. താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ വിഷ്വൽസ് കുറച്ചെടുത്താലോ? ഓക്കെ. ഇപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് ആയി. ഇതുവരെ ഇങ്ങനെ ക്യാമറ അയച്ചോണ്ട് താഴെ വെച്ചോണ്ട് നടക്കായിരുന്നു. പൊളി. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴേ ചെറിയ സന്തോഷം. ഇവിടെ കൈ കഴുകാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കി, വായിച്ചു നോക്കി. I love wet wipes. Clean hands can stop germs. വൃത്തിയുള്ള കരങ്ങൾ. ക്ലീൻ ഹാൻഡ് ക്യാൻ സ്റ്റോപ്പ്, അതായത് വൃത്തിയുള്ള കരങ്ങൾ ജേംസ്, അതായത് ബാക്ടീരിയ ഒഴിവാക്കും. താങ്ക് യു. ഇതാട്ടോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഇതിന്റെ പേരെന്താ? ഫ്രഷ്നെച്ചസ് മിൽക്ക് കേക്കാണ്. എന്താ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ആലിയ ഫേമസ് കേക്ക് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. There's this particular cake that I'm obsessed with in London from a cafe, Leto. It's a milk cake. I don't know more about this. ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വായിൽ വെള്ളം വന്നു. എനിക്ക് ഒന്നാമത് മിൽക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ട്രഷ്ലെച്ചേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് കേക്കിൽ ഇങ്ങനെ ഇങ്ങനെ മിൽക്ക് എന്താ അതിനെന്തൊക്കെയോ ഉണ്ട് കേട്ടോ. മിൽക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതപ്പോൾ അത്രയും സോഫ്റ്റ് ആയിരിക്കും. ഭയങ്കര മെൽറ്റ് ഇൻ ദ മൗത്ത് ആയിരിക്കും. എന്താണ് മെൽറ്റ് ഇൻ ദ മൗത്ത്? മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഞാൻ മനസ്സിൽ പറഞ്ഞേക്കായിരുന്നു ഇത് പറയാമെന്ന്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ കഴിക്കാൻ പോണേക്കാവുമ്പോൾ. അപ്പോൾ ദ മൊമെന്റ് ഓഫ് ട്രൂത്ത് ആണിത്. കഴിക്കട്ടെ? എനിക്കിതിങ്ങനെ സ്പോയിൽ ചെയ്യാൻ തോന്നുന്നില്ല, ബട്ട് സ്റ്റിൽ എനിക്കിങ്ങനെ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാനല്ല ഇഷ്ടം. നിറച്ചെടുത്ത് മൗത്ത് ഫുള്ളാക്കി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ അനുഭവിച്ച് കഴിക്കണം. ഓക്കെ ഗൈസ്, റെഡി? 1 2 3 ആക്ഷൻ. ഹോർലിക്സിന്റെ ടേസ്റ്റ് ഉള്ള ട്രഷ്ലെച്ചേഴ്സ്. അതായത് ഒരു ചെറിയ ഹോർലിക്സിന്റെ ഒരു പെട്ടെന്ന് നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ നമുക്കൊരു പാല് നിറച്ച് വെള്ളം, പെട്ടെന്ന് നമ്മൾ ഒരു സാധനം കഴിക്കുമ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വരില്ലേ? എനിക്ക് പെട്ടെന്ന് ഹോർലിക്സിന്റെ ഫ്ലേവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹൈപ്പിനുള്ളത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു, എനിക്കെന്തോ ഇഷ്ടമായി. നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനം. അതുണ്ടാവും, അത്ര വില ഉണ്ടെന്ന്. ഒരു സ്ലൈസിന് അത്ര 45 ദിറംസ് അല്ലേ? 45 ദിറംസ്. അടിപൊളി.
എന്താണോ ആൾക്കാരപ്പോ കൊള്ളില്ല, അത്ര ഹൈപ്പിന് അത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞേ. ആലിയ ഭട്ടിന്റെ ബർത്ത്ഡേസിന് എല്ലാ ബർത്ത്ഡേക്കും രൺബീർ കപൂർ ഈ കേക്ക് ഫുൾ വാങ്ങിച്ച് കട്ട് ചെയ്യുന്നത്. അതായത് ഈ കേക്കാണ് അവർ കട്ട് ചെയ്യാറുണ്ട്. ട്രൈ ചെയ്യും. 1 hour later. ഇനി നമ്മുടെ ബർത്ത്ഡേ തീമിന് വേണ്ട മറ്റേ പേസ്റ്റിലാണ് നമ്മുടെ തീം. പക്ഷെ ഇവിടെ ഒക്കെ ബ്രൈറ്റ് കളേഴ്സാണ്. ഈ സമ്മർ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒരു പച്ച മഞ്ഞ നീലൊക്കെയാണ് വെച്ചേക്കണേ. അപ്പോൾ തീം നമ്മുടെ പേസ്റ്റിലാണ്, ഏതെങ്കിലും ലൈറ്റ് കളർ, വൈറ്റ് പാടില്ല. അപ്പ നിന്റെ അതേ പച്ചയാ. എടാ ഇത് അടിപൊളിയാടാ, ഇത് പേസ്റ്റില് സെറ്റ് സാധനം, സൈസും കറക്റ്റ്. അടുത്തത് കിട്ടിയിട്ടുണ്ട് മേരി മാർഗരറ്റിന്. അടിപൊളിയായിട്ട് വല്ലാതെ പ്രോത്സാഹിപ്പിക്കല്ലേ നീ. വേറെ ഒന്നുണ്ട്, വന്ന് കാണിച്ചുതരാം. നോ സേ. ഇട്ട പോലെ ഇതും പിന്നെ ഒരു ഷർട്ടും വാങ്ങിച്ചാലോ? കുറേ നേരമായി ഗൈസ് നമ്മൾ തപ്പിക്കൊണ്ടെടുക്കണോ, ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങനെ അറിയില്ല, ഒന്ന് ഇട്ട് നോക്കിയിട്ട് വരാം. എന്തായാലും കൊറേ ഉണ്ടല്ലോ കയ്യില്. കുറേ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നോക്കിയിട്ട് വരാം, ഒന്ന് ഇട്ട് നോക്കിയിട്ട് വരാം. എനിക്ക് ഒന്നും ഇട്ടിട്ട് ഇഷ്ടമായില്ല. നമുക്ക് സെൻട്രൽ പോയിന്റ് പോയി പോയാലോ? ഗൈസ് അങ്ങനെ നമ്മൾ മാക്സിന്ന് അതുപോലെ തന്നെ ഇറങ്ങി. എനിക്ക് ഒന്നും ഇട്ടിട്ട് ഇഷ്ടമായില്ല, ഒന്നും ഇല്ല താനും കേട്ടോ അവിടെ. എന്തോ അറിയില്ല. നമ്മളിപ്പോൾ സെൻട്രൽ പോയിന്റിലെത്തി. ഭാഗ്യത്തിനൊരു സെൻട്രൽ പോയിന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. ഇന്ന് തന്നെ ഞാൻ ഇന്ന് ബൊത്തിൽ വിട്ടാനായിട്ടാണ് കൊണ്ട് ആക്ച്വലി പേസ്റ്റിലാണെന്ന് വെച്ചാൽ ഒപ്പിക്കാം, അത്രേ ഉള്ളൂ. മറ്റേത് കുറച്ചുകൂടി അടിപൊളിയാന്ന് തോന്നുന്നു. വേറെ കൂടി എടുത്തില്ലേ? ആണോ? അതല്ലേ നല്ലത്. എങ്ങനെയായിരുന്നു ഷോപ്പിംഗ് പരിപാടികള്? വളരെ നന്നായിരുന്നു. പൊന്നൂര് ഒരു പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് പേസ്റ്റ്, എന്റെ പേസ്റ്റിലൊന്നല്ല കിട്ടിയ ക്രീം ഒരു ബ്രൗൺ ഒക്കെയാണ് എന്റെ. എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മള് വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. എനിക്ക് തോന്നുന്നു നമ്മള് സ്വർണ്ണം എടുക്കാൻ ഒരു 10 മിനിറ്റ് താഴെ എടുത്തുള്ളൂ. ഡ്രസ്സ് എടുക്കാനായിട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ എങ്ങാണ്ട് എടുത്തു. അത്ര എടുത്തില്ല, 2-3 മണിക്കൂർ എടുത്തു. കാരണം ഇവയ്ക്ക് വേണ്ട തീമിലുള്ള ഡ്രസ്സ് അവിടെ കിട്ടിയിരുന്നില്ല. ഫൈനലി നമുക്ക് കിട്ടി. ഡ്രസ്സ് കാണിക്കണേ. പക്ഷെ അത് കളർത്തി. അപ്പൊ ഇതാണ് നമ്മൾ എടുത്ത ഡ്രസ്സ്. ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. പേസ്റ്റലാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് മാത്രം ഒരു വൈറ്റില് പേസ്റ്റൽ എന്ന് വേണമെങ്കിൽ, വൈറ്റ് ആയതുകൊണ്ട് പേസ്റ്റൽ എന്ന് പറയാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡ്രസ്സ്. അടിപൊളിയായിട്ടുണ്ട്. ഇത് പാന്റ്. ഇങ്ങനെ നല്ലതാ കാണാൻ. പക്ഷെ സംഭവം പേസ്റ്റിലാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ നാളെ തടഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അല്ലേ? യെസ് ഗൈസ്, ഇനി നമ്മള് ഫുഡ് കഴിക്കണം. പറഞ്ഞോ. യെസ് ഗൈസ്, ഇനി നമുക്ക് ഫുഡ് കഴിക്കല. ഫസ്റ്റ് തന്നെ ജിമ്മിലും നടക്കാനൊക്കെ പോണം. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം, കുളിക്കണം, കിടന്നുറങ്ങണം. ജിമ്മിൽ നിന്ന് പോയി വന്നിട്ട് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണം. അപ്പൊ നമ്മൾ ഓൾറെഡി ടയേർഡാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ല ദിവസമായിരിക്കട്ടെ. ബൈ ബൈ. ഓക്കെ അല്ലേ?